കൊച്ചിയിൽ ടാങ്കർ ലോറി മറിഞ്ഞ് ഉണ്ടായ അപകടത്തിന്റെ വാർത്തയിലേക്കാണ്. കളമശ്ശേരി HMT ജംഗ്ഷനിലാണ് അപകടമുണ്ടായത്. വാതക ചോർച്ചയിൽ നിന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അപകട സ്ഥലത്ത് നിന്ന് ഇപ്പോൾ YS അഭിനന്ദ് ചേരുന്നുണ്ട്. അഭിനന്ദ്, നേരത്തെ ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? കീർത്തന, കളമശ്ശേരി HMT ഭാഗത്താണ് ഈ ടാങ്കർ ലോറി മറിയുന്ന സാഹചര്യമുണ്ടായത്. BPSL നിന്ന് ഗുജറാത്തിലേക്ക് പോയ ടാങ്കർ ലോറിയാണ് കളമശ്ശേരി HMT ജംഗ്ഷനിൽ വെച്ച് നിയന്ത്രണം വിട്ട് മറിയുന്ന സാഹചര്യമുണ്ടായത്. ഇടത്തുവശത്തേക്ക് മറിയുകയായിരുന്നതാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. പക്ഷേ ഗ്യാസ് ലീക്കേജ് ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ACP കിരണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തി സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. വലിയൊരു അപകടത്തിൽ നിന്നാണ് തെന്നി മാറിയതെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ സാധിക്കുകയുള്ളൂ. കാരണം അത്രമാത്രം വലിയൊരു അപകടം ആണ് ഉണ്ടായത്. നിയന്ത്രണം വിടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന ഏറ്റവും പുതിയ വിവരം. കളമശ്ശേരി HMT ജംഗ്ഷനിൽ, അതായത് ജേക്കബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ ഫെലോ ചർച്ച് എന്നെങ്കിൽ ആ ഒരു പള്ളിയുടെ മുന്നിലാണ് ഈ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായത്. ACP കിരണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയപ്പോൾ സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. ഡ്രൈവറോടക്കം എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇപ്പോൾ ACP കിരൺ തന്നെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സാറേ, ഇതിപ്പം വലിയൊരു അപകടമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്. ഇപ്പം വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം എങ്ങനെ ഇത് റിമൂവ് ചെയ്യാന്നുള്ളതിന് നമ്മൾ BPSLന്റെ അവിടുത്തെ ചീഫ് സെക്യൂരിറ്റി ഓഫീസറെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അവർ വന്നിട്ട് കൂടുതൽ എങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റുമോ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അവർ വരട്ടെ, അവർ വന്ന് ഗ്യാസ് ലീക്കേജ് മറ്റു അപകടം ഒന്നുമില്ല, എഞ്ചിൻ ഓയിൽ ലീക്കേജ് മാത്രമേ ഉള്ളൂ. വേറെ നിയന്ത്രണം വിട്ടായിരിക്കില്ല. ഇയാൾക്ക് വളവ് തിരിഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ വണ്ടിയുടെ നിയന്ത്രണം ഒരു സൈഡിലേക്ക് ചെരിഞ്ഞാണ് പറ്റിയത്. അല്ല വേറെ ഒന്നുമല്ല, അദ്ദേഹം പെർഫെക്റ്റ്ലി പുതിയ യൂട്ടേൺ സഭ ഇതിന്റെ ഭാഗതയൊന്നുമല്ല ഇത്. കാരണം കറക്റ്റായിട്ട് ആമ്പിൾ സ്പേസ് ഉണ്ട്. ഇദ്ദേഹത്തിന് എങ്ങനെയോ പറ്റിയൊരു വീഴ്ചയാണ്. ഡ്രൈവറുടെ ഭാഗത്തായിട്ട് വീഴ്ചയാണ്. നമുക്ക് എന്ത് അറിയാകും? അത് ഇത്ര സമയം വന്നിട്ടുണ്ട്. നമുക്ക് 5 കൊല്ലമായിട്ട് ഇവിടെ ഓടിക്കുന്നതാ, 5-6 കൊല്ലമായി. അത് ഈ സമയത്തുള്ള ആയിപ്പോയി. എന്തിനെ അറിയാകും? ടാങ്കർ ലോറി ഡ്രൈവറാണ് പ്രതികരിച്ചത്. യു ടേൺ സംവിധാനം ഇപ്പോൾ കളമശ്ശേരിയെ സംബന്ധിച്ചോളം വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്ന ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെ ഗതാഗത വകുപ്പിന്റെ ഒരു പരിഷ്കരണവും കൃത്യമായി തന്നെ കളമശ്ശേരി ഈ ജംഗ്ഷനിൽ ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് യു ടേൺ സംവിധാനത്തിലടക്കം മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു ഗതാഗത പരിഷ്കരണമാണ് ഉണ്ടായത്. അത് കൃത്യമായി അറിയാത്തത് കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊക്കെ ഒരു അപകടം ഉണ്ടായതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് എത്രത്തോളം വലിയൊരു അപകടമാണ് ഉണ്ടായത്. തല കീഴായി മറിയുകയായിരുന്നു ഈ ടാങ്കർ ലോറി. ഇടത്തുവശത്തേക്കാണ് മറിഞ്ഞത്. BPSL പ്ലാന്റിൽ നിന്നും ഗുജറാത്തിലേക്ക് പോയ ടാങ്കർ ലോറിയാണ് ഇത്തരത്തിലുള്ള അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ആശ്വാസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഗ്യാസ് ലീക്കേജോ മറ്റ് അപകട സാധ്യതകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കൃത്യമായി തന്നെ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സ് സംഘവും എത്തി തന്നെ എന്താണ് കാര്യമെന്നടക്കമുള്ള വിശകലനത്തിലാണ്. ഇപ്പം ഫ്രണ്ടിലെ ഗ്ലാസ് പൂർണ്ണമായും തകർന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കളമശ്ശേരി HMT ജംഗ്ഷനാണ്. തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചി നഗരത്തിന്റെ തന്നെ കൊച്ചിയെ സംബന്ധിച്ചോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ്. അവിടെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ആകെപ്പാടെ നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്നത് ഇവിടെ വലിയ രീതിയിലുള്ള ഒരു അപകടം അല്ലെങ്കിൽ ഒരു ഗ്യാസ് ലീക്കേജ് അങ്ങനെയൊക്കെയുള്ള വലിയ ഒരു തീവ്രതയേറിയ ഒരു അപകടം ഉണ്ടായില്ല എന്നത് മാത്രമാണ് കീർത്തന. എന്തായാലും ഫയർഫോഴ്സ് സംഘവും പോലീസും എത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് എന്താണ് ഇതിന് പിന്നിൽ സംഭവിച്ചത് എന്നടക്കം വിലയിരുത്തുന്നു. ഒപ്പം തന്നെ ഇത് നേരെയാക്കുവാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ നിന്നും ഈ ലോറി മാറ്റുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. കീർത്തനം, എന്തായാലും ഗ്യാസ് ലീക്കേജ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ വിവരം. അഭിനന്ദ്, പോലീസിനൊപ്പം BPCL അധികൃതരും അവിടെ എത്തിയിട്ടുണ്ടോ സ്ഥിതിഗതികൾ വിലയിരുത്താൻ? BPSL അധികൃതരുമായി ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് കീർത്തന. അല്പസമയത്തിനകം തന്നെ BPSL അധികൃതർ ഇവിടെ എത്തിച്ചേരുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും ഒരു പോലീസ് സംഘം തന്നെ ഇവിടെ എത്തുന്നുണ്ട്. കളമശ്ശേരി പോലീസ് ആയിരുന്നു ആദ്യം ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തിയത്. പിന്നീട് ഫയർഫോഴ്സ് സംഘം ഇവിടെ എത്തി. ഇത് ഡ്രൈവറുടെ എന്തെങ്കിലും തരത്തിലുള്ള പാഴ്ചയാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി കൃത്യമായി അത് പുറത്തു വരേണ്ടതുകൊണ്ട് വിവരങ്ങൾ എന്തായാലും പോലീസ് ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. SIP കിരണിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പം ആദ്യം ഇവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പം ACP ഇപ്പം ചേരുന്നുണ്ട്. സാറേ, ഇത് ആദ്യം ഒരു അപകടം എന്നില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇനി എങ്ങനെയായിരിക്കും നടപടികൾ? BPSL അധികൃതരുമായി വരുന്നുണ്ട്. എക്സ്പേർട്സ് വന്നിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ അനുസരിച്ചായിരിക്കും അവരൊന്ന് കൊച്ചി കളമശ്ശേരി HMT ജംഗ്ഷനിലാണ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടമുണ്ടായിട്ടുള്ളത്. വാതക ചോർച്ചയില്ല, കാലിയായി വന്ന ടാങ്കർ ലോറിയാണ് മറിഞ്ഞത്. വാതക ചോർച്ച ഇല്ലാത്തമൂലം തന്നെ വലിയൊരു ആശങ്ക ഒഴിവായി എന്ന് തന്നെ പറയാൻ സാധിക്കും. എന്തായാലും പോലീസ് അവിടെ എത്തിയിട്ടുണ്ട്, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. സ്ഥലത്ത് ഗതാഗത കുരുക്കുണ്ടെന്നും അറിയുന്നുണ്ട്. കളമശ്ശേരി HMTയിലാണ് ഈ അപകടം ഉണ്ടായത്. ടാങ്കർ ലോറി
മറിയുകയായിരുന്നു. മറ്റ് ആർക്കും പരിക്കില്ല. ഡ്രൈവർ അടക്കം സുരക്ഷിതമാണ് എന്നും അറിയാൻ സാധിക്കുന്നു. വൈസ് അഭിനന്ദ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അഭിനന്ദ്, നമ്മൾ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ എന്തായാലും ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? BPCL അധികൃതരുമായി സംസാരിച്ചു എന്നറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യം ഏത് രീതിയിലാണ്? കീർത്തന, BPCL അധികൃതരുമായി പോലീസ് ഇപ്പോൾ ചർച്ച നടത്തിയിട്ടുണ്ട്. BPCL അധികൃതർ കൃത്യമായി തന്നെ കളമശ്ശേരി HMT ജംഗ്ഷനിലെത്തി ഇതെന്താണെന്നുള്ളത് കൃത്യമായി തന്നെ അന്വേഷിക്കും. ഡ്രൈവറുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള അപാകതക്കുറവുണ്ടോ അല്ലെങ്കിൽ ജാഗ്രതക്കുറവുണ്ടായോ എന്നടക്കമുള്ള കാര്യങ്ങൾ BPCL അധികൃതരുമായി സംസാരിച്ചതിന് ശേഷമായിരിക്കും പോലീസ് അതിന്റെ അവസാന നിഗമനത്തിലേക്ക് എത്തുക. എന്തായാലും പോലീസ് സംഘം കൃത്യമായി എത്തിക്കൊണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്നടക്കമുള്ള കൃത്യമായ ഒരു വിശദീകരണം ഈ BPCL അധികൃതരുമായി ചർച്ച നടത്തിയതിനു ശേഷം നൽകാം എന്നതാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ഒരു അപകടം. നമുക്കറിയാം, കളമശ്ശേരി HMT ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഗതാഗതക്കുരുക്ക് കൂടുതലുള്ള ഒരു സ്ഥലമായിരുന്നു. അവിടെയാണ് ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിലേക്ക് ഇവിടെ എത്തി പരിഷ്കരണ നടപടികളടക്കം പൂർത്തീകരിക്കാൻ സാഹചര്യമുണ്ട്. പുതിയ ഗതാഗത പരിഷ്കാരമടക്കം പിന്നീട് വന്നു. യു ടേൺ സംവിധാനത്തിലടക്കം മാറ്റമുണ്ടായതൊക്കെ കണ്ടതാണ്. അപ്പോൾ ഇത് കൃത്യമായി അറിയാത്തതാണോ ഈ ഡ്രൈവറിന് ഇത്തരത്തിലേക്ക് ഒരു അപകടം ഉണ്ടായതെന്ന് ആണ് ഇപ്പോൾ ഒരു ചോദ്യചിഹ്നമായി ഉള്ളത്. അത് പോലീസും ഒപ്പം തന്നെ BPCL അധികൃതരുമായി സംസാരിച്ചതിന് ശേഷം ഒടുവിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തും. എന്തായാലും BPCL അധികൃതർ ഇവിടെ എത്തി കൃത്യമായ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷമായിരിക്കും ഈ ലോറി ഉയർത്തുന്നതടക്കമുള്ള ടാങ്കർ ലോറി ഉയർത്തുന്നതടക്കമുള്ള നടപടികളിലേക്ക് പോലീസും ഫയർഫോഴ്സ് സംഘം കടക്കുക. ഒരു വലിയൊരു അപകടം തന്നെയാണ് ഉണ്ടായത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ആശ്വാസകരമായ ഒരു കാര്യം, ഗ്യാസ് ലീക്കേജ് ഇല്ല. മറ്റ് ഇവിടെ അല്ലെങ്കിൽ പരിസര പ്രദേശവാസികൾക്കൊന്നും ഹാനികരമാകുന്ന രീതിയിലേക്ക് കൊച്ചി കളമശ്ശേരി HMT ജംഗ്ഷനിലാണ് ടാങ്കർ ലോറി മറിഞ്ഞ് അപകടം ഉണ്ടായിട്ടുള്ളത്. വാതക ചോർച്ചയില്ല. എന്തായാലും ലോറി അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒപ്പം BPCL അധികൃതരുമായി സംസാരിച്ചിട്ടുണ്ട്. അപകടം എങ്ങനെയെന്നുള്ള കാര്യത്തിൽ, എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. അപകട സ്ഥലത്ത് നിന്ന്